ഇന്ന് നമ്മുടെ കിച്ചണിൽ നവരാത്രി സ്പെഷ്യലായിട്ട് നവര അരി കൊണ്ടാണ് നമ്മൾ അരിയുണ്ട തയ്യാറാക്കിയുള്ളത്. വളരെയധികം ശരീരത്തിന് ഗുണം തരുന്നതാണ്. നമ്മൾ കർക്കിടക്കഞ്ഞൊക്കെ നവര അരി കൊണ്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ നമ്മൾ ഉണ്ട തയ്യാറാക്കി കഴിഞ്ഞാൽ വളരെയധികം ഗുണങ്ങളുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാം. 1 കപ്പ് നവര അരിയാണ് ഞാൻ എടുത്തുള്ളത്. കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ അരിയുണ്ട തയ്യാറാക്കിയത്. നവരരി നമ്മൾ 1 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ലോണം കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുക്കണം. നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതിന് നമ്മുടെ നവരരി കുട്ടികൾക്ക് വെയിറ്റ് കൂടാൻ നല്ലതാണ്. അതുപോലെ തന്നെ ശരീരവേദന കുറയ്ക്കാനൊക്കെ ഈ ഉണ്ട നല്ലതാണ്. അപ്പം നവരരി കൊണ്ടാണ് നമ്മളിത് തയ്യാറാക്കുന്നത്. കുറച്ച് കപ്പലണ്ടി എടുത്തിട്ടുണ്ട്, കുറച്ച് കാഷ്നട്ട്, കുറച്ച് ബദാം പരിപ്പ്, 200 ഗ്രാം വെല്ലം ഉരുക്കി വെച്ചിട്ടുണ്ട്. ഇനി നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം നമുക്ക് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലേക്ക് നല്ലോണം ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ നവരരി ചേർക്കാം. കഴുകി വൃത്തിയാക്കിയ നവരരിന് അതിലേക്ക് നമ്മൾ 4 ഏലക്കായ തോട് കളഞ്ഞ് ചേർക്കാം. അരി ചൂടാവുന്നതോട് കൂടിയിട്ട് ഏലക്കായും ചൂടായിക്കോളും. അപ്പം നമുക്ക് പൊടിക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പൊടിക്കാം. അപ്പം 4 ഏലക്കായ ഇട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ സ്പൂൺ ജീരകം, നല്ല ജീരകം, ചെറിയ ജീരകം എന്നൊക്കെ പറയില്ല, അതും ചേർക്കാം. എല്ലാതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് അങ്ങനെ അരി ഇങ്ങനെ പൊട്ടി വരണം. ആ ഒരു സ്റ്റേജ് വരെ നമ്മൾ അരി ചൂടാക്കണം. അങ്ങനെ ചെറുതായിട്ട് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാം. കറക്റ്റ് ഇത് അരിയുണ്ട തന്നെയാണ്. പക്ഷെ ഇത് നവര അരി കൊണ്ട് തയ്യാറാക്കുമ്പോൾ ഒരു അരിയുണ്ടേക്കാളൊക്കെ നല്ലോണം ശരീരത്തിന് ഗുണം ചെയ്യേണ്ടതാണ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. വല്ലാണ്ട് നൈസാവണ്ട, ഒരു തരിതരി പോലത്തെ ആവണം. ഇനി നമുക്ക് ബദാം പരിപ്പ് ചൂടാക്കാം. ഇതുപോലെ ബദാം പരിപ്പ് ചൂടാവുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ കപ്പലണ്ടി ചേർക്കാം. ഇതൊന്ന് ചൂടായി വന്നിട്ട് അത് നമുക്ക് എടുക്കാം. ഇതും കൂടി നമുക്ക് ചൂടായിട്ട് ഇനി നമുക്ക് എടുക്കാം. ഇനി എല്ലാതും നമുക്ക് സെപ്പറേറ്റ് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചു കൊണ്ടുവരാം. ഇത് നമ്മൾ നവരരി നല്ലോണം ജീരകവും ഏലക്കായും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് പൊടിച്ചു വെച്ചുള്ളത്. ഇത് ബദാം പരിപ്പ് പൊടിച്ചത്, ഇത് കപ്പലണ്ടി പൊടിച്ചത്, ഇത് അണ്ടിപ്പരിപ്പ് പൊടിച്ചത്. ഇതിൽ നവരരി പൊടിക്കുമ്പോൾ മാത്രം വല്ലാണ്ട് നൈസാവരുത്, അത്രയേ വേണ്ടു. ബാക്കിയൊക്കെ നൈസായിട്ട് പൊടിക്കാം. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ശർക്കര നീരൊഴിക്കാം. അതിലേക്ക് നമ്മൾ 1 കപ്പ് നാളികേരം ചെരുകിയത് ചേർക്കാം. ശർക്കര നീരിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്ത് വരുമ്പോൾ നമ്മുടെ ഉണ്ട എത്ര കാലം വേണമെങ്കിൽ കേടുകൂടാതിരിക്കും. നല്ലോണം ഒന്ന് ശർക്കരയിൽ വേവിച്ചൊന്ന് കുഴച്ചൊന്ന് എടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ 1 സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. നമ്മൾ പൊടിച്ച് വെച്ച പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം. ഇതിപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച നവരരിയുടെ പൊടി മിക്സ് ചെയ്യാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു നുള്ളു ഉപ്പ് ചേർക്കാം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊന്ന് ചൂടാറുമ്പോൾ നമുക്ക് പിടിക്കാൻ പാകമാകുമ്പോൾ ഇതൊന്ന് കൈകൊണ്ട് ഉരുളുട്ടി പിടിക്കാം. ഇത്രയും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമ്മുടെ നവരരി കൊണ്ടുള്ള ഉണ്ട, അതായത് നമ്മളിപ്പോൾ നവരാത്രി സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്നതാണ്. ശരീരത്തിന് വളരെയധികം ഗുണം തരുന്നതാണ് നവരരി. അപ്പം നമ്മൾ സാധാരണ കർക്കിടക മാസത്തിലൊക്കെ കഞ്ഞി വെച്ച് കഴിക്കില്ലോ, അപ്പം അത്ര അധികം ഗുണങ്ങളുള്ളതാണ് നവരരി. അപ്പോൾ ഈ അരി കൊണ്ട് തന്നെ നമുക്ക് പ്രാവശ്യം നവരാത്രിക്ക് ഉണ്ട തയ്യാറാക്കാം. ഇതൊന്ന് നമുക്ക് ഇതിലേക്ക് പകർത്താം. എന്നിട്ട് ചൂടൊന്ന് ആറി വരുമ്പോൾ കയ്യിൽ പിടിക്കാൻ പാകമാകുമ്പോൾ നമുക്ക് ഉണ്ടകൾ ഓരോന്നായിട്ട് പിടിക്കാം. അപ്പം നമുക്ക് നെയ്യ് നല്ല കയ്യിലൊന്ന് തടവിയിട്ട് നമുക്ക് ഉണ്ടകൾ ഓരോന്നായിട്ട് പിടിക്കാം. അതായത് കയ്യിലൊന്നിട്ട് ഉള്ളം കയ്യിലിട്ടൊന്ന് കയ്യിലൊന്നാക്കിയാൽ മതി. അപ്പോൾ ഉണ്ട പിടിക്കുമ്പോൾ നല്ല ഷേപ്പിൽ കിട്ടിയോളും. അപ്പം നമ്മൾ ഇതുപോലെ ഓരോ ഉണ്ടകൾ ഉരുട്ടി വയ്ക്കാം. വളരെ ടേസ്റ്റ് ഉള്ളതും അതുപോലെ തന്നെ ശരീരത്തിന് വളരെയധികം ഗുണങ്ങളുള്ളതും നവരരി. അതുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഉണ്ട തയ്യാറാക്കിയുള്ളത്. അപ്പം നമ്മുടെ എല്ലാ ഉണ്ടകളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇപ്രാവശ്യം നവരാത്രിക്ക് ഇതുപോലെ നവര അരി കൊണ്ട് തന്നെ അരിയുണ്ട തയ്യാറാക്കാം.